الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി പൂർത്തിയായി. ബലിപെരുന്നാള് കഴിഞ്ഞു. അയ്യാമു തശ്രീഖ് നമ്മോട് വിട പറഞ്ഞു. ദുൽഹിജ്ജയുടെ വളരെ പ്രധാനപ്പെട്ട 10 ദിനങ്ങൾ അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി. വളരെ ഭംഗിയായി ബലികർമ്മം നിർവഹിച്ചു. ഇതിൻ്റെ എല്ലാം ഒരു സന്തോഷ പ്രകടനമായിരുന്നു ബലിപെരുന്നാളിൽ നമുക്കുണ്ടായത്. അഥവാ ലോകാടിസ്ഥാനത്തിൽ നടന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ, അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കായതിലുള്ള ചാരിതാർത്ഥ്യം, ആ ഒരു സന്തോഷം, അതാണ് ബലിപെരുന്നാളിലുള്ളത്. ഈ ഒരു സന്തോഷം ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകരുത്. ഈ ദിനങ്ങളിൽ നമുക്ക് ലഭിച്ച ആത്മീയ ചൈതന്യം അതുപയോഗപ്പെടുത്തിയിട്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമായത് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാൾ കൊണ്ടുള്ള ഉപകാരം നമുക്ക് ലഭിക്കുന്നത്. ഒരു നല്ല സമൂഹ സൃഷ്ടിക്ക് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കലാണ് അതിൻ്റെ ബാലപാഠമായി ഒന്നാമതായി വേണ്ടത്. നമ്മൾ ജീവിക്കുന്ന നാട് നന്മയുള്ള നാട്, പരസ്പര ബഹുമാനവും പരിഗണനയുമുള്ള നാട്, നിർഭയത്വമുള്ള നാട്, അന്യോന്യം ആളുകൾ നന്ദി ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ എല്ലാവരും യഥാർത്ഥ ആത്മമിത്രങ്ങളായി, റസൂല് പറഞ്ഞത് ഒരു ശരീരം പോലെ എന്നാണ്. ഒരു ശരീരം പോലെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രദേശത്ത് അതുണ്ട്. പക്ഷേ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. കൂട്ടുകാരാണ് എല്ലാവരും. ആ കൂട്ടുകാരെ നമുക്ക് ആത്മമിത്രങ്ങളാക്കിയെടുക്കാം. ഖലീലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ ബലിപെരുന്നാളിൽ. ഒഴിവ് കിട്ടുമ്പോൾ വന്ന് കാണുന്നവരല്ല യഥാർത്ഥത്തിലുള്ള കൂട്ടുകാർ. ഒഴിവ് കിട്ടുമ്പോൾ ഒന്നല്പം സന്തോഷിക്കണം, അതിന് കൂടെ സംസാരിക്കാൻ ഒരാളെ കിട്ടണം. അപ്പൊ കാണാൻ വരുന്ന വിളിക്കുന്ന ആളുകളല്ല യഥാർത്ഥ കൂട്ടുകാർ. ഒഴിവുണ്ടാക്കി ബന്ധപ്പെടുന്നവരാണ്. കുരുക്കിൽ അകപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ചില ഉപദേശങ്ങൾ നൽകുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ.
കുരുക്കിൽ അകപ്പെടുന്നതിന് മുമ്പ് നമ്മെ ഉണർത്തുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുള്ളപ്പോൾ ചോദിക്കുന്ന സമയത്ത് സഹായിക്കുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ. പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് സഹായവുമായെത്തുന്ന കൂട്ടുകാരാണ് യഥാർത്ഥ കൂട്ടുകാർ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു പോയാൽ മാപ്പ് പറയുന്ന സമയത്ത് പൊരുത്തപ്പെട്ടു തരുന്നവരല്ല യഥാർത്ഥ കൂട്ടുകാർ. മാപ്പ് പറയാതെ പൊരുത്തപ്പെടുന്നവരാണ് ആത്മമിത്രങ്ങൾ. അങ്ങനെ നമുക്കൊരു പടി കൂടി മുന്നോട്ട് പോകണം. പരസ്പരം താങ്ങും തണലുമായി സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഈ ബലിപെരുന്നാള് നമുക്ക് നൽകണം. നാം ഒരിക്കലും ഈ ജീവിതം നമ്മൾക്ക് വേണ്ടി ജീവിച്ച് തീർത്ത് കളയരുത്. നമുക്ക് വേണ്ടി ജീവിച്ച് തീർത്ത് കളഞ്ഞാൽ ഫലം കായ്ക്കാത്ത മരത്തോടാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ ആ മനുഷ്യനെ ഉപമിക്കുന്നതും സൂചിപ്പിക്കുന്നതും. ഒരു ഉപകാരവും ഇല്ലാത്തൊരു മരം, ഒരു ഫലവും അതിനില്ല. നേരെ മറിച്ചൊരു സത്യവിശ്വാസി അങ്ങനെയല്ല. സത്യവിശ്വാസിയാകുമ്പോൾ അവന്റെ മനസ്സിൽ ഈമാൻ ഉറച്ചിട്ടുണ്ട്. അവന്റെ ദിക്റുകളും ദുആകളും അവന്റെ ഇബാദത്തുകളും ശിഖരങ്ങൾ എന്ന കണക്കെ വാനിലേക്ക് ഉയർന്നു പൊങ്ങി നിൽക്കുന്നുണ്ട്. ആ മരത്തിൽ കായ്ക്കുന്ന നല്ല ഫലങ്ങൾ സമൂഹത്തിന് ഉപകരിച്ചു കൊണ്ടേയിരിക്കുന്നു. തുഉത്തി ഉകുലഹ, അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. തുഉത്തി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ഏത് സീസണിലും പഴം കായ്ക്കുന്ന മരം. അതാണ് സത്യവിശ്വാസം. ഒരു പ്രത്യേക സീസണിൽ മാത്രം ദാനധർമ്മങ്ങളും പരോപകാരവും ചെയ്തിട്ട് ബാക്കിയുള്ള സീസണുകളിലൊക്കെ മാനുഷിക ബന്ധം മറന്നു പോകുന്നവരല്ല. എപ്പോഴും സദാസമയവും ആളുകൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. അത്തരം ആളുകളെ പ്രശംസിക്കാൻ വാക്കുകളില്ല. അവർക്ക് പകരം ഒന്നും കൊടുക്കാനില്ല. സമൂഹത്തിന് സ്നേഹം മാത്രമേ കൊടുക്കാനുള്ളൂ. അപരന്റെ വിജയം സാധിപ്പിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ചില മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ വിജയത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പുരോഗമനം നട്ടുവളർത്തിയിട്ട് വിളവെടുക്കലാണ് അവരുടെ പ്രവർത്തനം. അത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളെ വാർത്തെടുക്കലാണ് ഇതുപോലുള്ള ലോകാടിസ്ഥാനത്തിലുള്ള ഐക്യം വിളിച്ചോതുന്ന ഹജ്ജിന്റെയും ബലിപെരുന്നാളിന്റെയും പ്രധാനപ്പെട്ട സന്ദേശം. അല്ലാതെ മറ്റെല്ലാ മതക്കാരും ചെയ്യുന്നത് പോലെ കൊല്ലത്തിനൊരു ദിവസം ആഘോഷിച്ച് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഇത് ഞങ്ങളുടെ ആഘോഷമാണ് എന്ന് പറയുന്ന ആഘോഷമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഈദാഘോഷം. ജനമനസ്സിന്റെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളായി ഈ ഈദിലൂടെ മനുഷ്യർക്ക് മാറാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ച അള്ളാഹുവിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സമാധാനത്തിന്റെ മഴയായി പെയ്തിറങ്ങുന്ന നന്മയുടെ വൃക്ഷങ്ങളായി ജീവിക്കാൻ, അതാണ് അല്ലാഹു തആല, അതിനാണ് നമുക്ക് ഈ ജീവിതം നൽകിയത്. ഇതൊക്കെ ചെയ്യാൻ കഴിയോ? എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആകാൻ കഴിയോ? കഴിയും. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല നൽകിയ ജോലിയിൽ, അവരുടെ ജീവിത മാർഗത്തിൽ സേവന മുഖമുണ്ട്. ആ സേവന മുഖത്തെ ഇഖ്ലാസോടുകൂടി പരിഗണിക്കുമ്പോൾ നാട് നന്നാകും, നാട്ടുകാർ നന്നാകും, ജനങ്ങൾ നന്നാകും, സ്നേഹമുണ്ടാകും. ആ സേവന മുഖത്തെ അവഗണിക്കുകയും തനിക്കുണ്ടാക്കണമെന്ന ചിന്ത അത് മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സമയത്താണ് സമൂഹം തകർന്നു പോകുന്നതെന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അപ്പൊ ഏത് ജോലിയിലുള്ള ആത്മാർത്ഥത, പണിയോടുള്ള കൂറ് എന്ന് പറയുന്നത് ആ ജോലിയിലുള്ള സേവന മുഖം അത് കാണുകയും ജനോപകാരപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം, അവർ അവരെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. അവരെ തെരഞ്ഞെടുക്കുക എന്നത് സ്വാർത്ഥതയുടെ മുഖമാണ്. മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുക എന്നത് സേവനത്തിന്റെ മുഖമാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് അത്യാവശ്യമുണ്ടെങ്കിലും
അവർ അവരെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. അതിന് സ്വാർത്ഥത ഒഴിവായി കിട്ടണം. അള്ളാഹു പറയാണ് തുടർന്ന്, വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ആരെയാണോ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുക. സ്വാർത്ഥതയിൽ നിന്ന് മോചനം ലഭിച്ചിട്ട് ഒരു പരോപകാര ചിന്തയും സമൂഹത്തിന് വല്ല നന്മയും എനിക്കും പ്രസരിപ്പിക്കണമെന്ന ചിന്താഗതിയും അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ഇവിടെ ജീവിക്കണമെന്ന ചിന്തയുമുള്ള ആള്, അവരെ വാർത്തെടുക്കലാണ് പെരുന്നാളിന്റെ ലക്ഷ്യം. സമൂഹത്തെ ഒഴിവാക്കിയിട്ട് അള്ളാന്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ട മനുഷ്യനെ. സമൂഹത്തിനെ ഒഴിവാക്കിയിട്ട് അള്ളാന്റെ അടുത്ത് നല്ലോനാവുക കഴിയൂല. അള്ളാന്റെ റസൂല് പറഞ്ഞത്, ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെങ്കിൽ ജനങ്ങളോടും നന്ദി കാണിക്കണം. ഈ നന്ദി എന്ന് പറയുന്ന സംഗതി ഈമാനിന്റെ നേരെ പാതിയാണ്, മറുപാതി ക്ഷമയാണ്. അള്ളാഹു തആല നമുക്ക് നൽകിയ സംഗതികൾ ഒന്നുകിൽ നമുക്ക് അനുകൂലമാണ്. അനുകൂലമാകുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാം, നന്ദി പറയാം, അത് പ്രകടിപ്പിക്കുക. ഇനി പ്രതികൂലമാണെങ്കിലോ ക്ഷമിക്കുക. അപ്പൊ ഈമാനിനെ രണ്ട് പാതിയാക്കിയിട്ട് നന്ദിയുള്ള മനുഷ്യനാവുക, ക്ഷമിക്കുന്ന മനുഷ്യനാവുക, അങ്ങനെ സമൂഹത്തെ നന്നാക്കിയെടുക്കുക. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ നന്ദി എന്ന് പറയുന്നത് അതൊരു ജസാക്കല്ലാഹ് ഖൈർ അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു സാധാരണത്വം അതിലുണ്ട്. അത് സാധാരണത്വമുള്ള സംഗതിയല്ല, മറിച്ച് അതൊരു ഇബാദത്താണ്. ഇബാദത്താണ്. എല്ലാ വിഷയത്തിലും നന്ദിയാണ് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. ഈമാൻ ശുക്റാണ്, തൗഹീദ് ശുക്റാണ്. എല്ലാം ചെയ്തു തന്ന നാഥനായ റബ്ബ്, ആ റബ്ബ് മാത്രമാണ് എന്റെ ആരാധ്യൻ എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത് അള്ളാഹ് ചെയ്ത നിഅമത്തിന്റെ ശുക്റ. ശുക്റിന്റെ ഏറ്റവും മേലെ ഘടകമാണ് തൗഹീദ്. അത് തന്നെയാണ് ഈമാൻ. അള്ളാഹ് പറഞ്ഞില്ലേ, വഷ്കുറു നിഅമത്തല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യൂ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ ഓനെ ആരാധിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ നിങ്ങൾ നന്ദിയുള്ള മനുഷ്യന്മാരാകൂ. അള്ളാഹുവിനോട് നന്ദി, ജനങ്ങളോട് നന്ദി, എല്ലാവരോടും നന്ദി. ഹൃദയത്തിന്റെ നന്ദി, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അവൻ്റെതാണ് എന്ന് സമ്മതിക്കുക. നാവിന്റെ നന്ദി, ഹംദിലൂടെയും സനായിലൂടെയും അള്ളാഹുവിനെയും അതുപോലെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയും എല്ലാം പ്രശംസിച്ചു കൊണ്ടേയിരിക്കുക. അതുപോലെ നമ്മുടെ അവയവങ്ങളുടെ നന്ദിയാണ് മറ്റുള്ള ഇബാദത്തുകളും അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യുക എന്നതും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വ്യാപകമായ അർത്ഥമുള്ള സംഗതിയാണ് ശുക്ർ. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ശക്കൂർ വളരെ കുറവാണ്. ശക്കൂറിനെ കാണാൻ കഴിയൂല, വിരളായ ആൾക്കാരെ നന്ദിയുള്ള മനുഷ്യന്മാരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ പേപ്പിച്ച് നരകത്തിലെത്തിക്കണം എന്ന് വിചാരിക്കുന്ന ഇബ്ലീസ് കയറിപ്പിടിച്ചത് അവിടെയാ. അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞില്ലേ, സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, ഞാൻ അവരുടെ വലഭാഗത്തുകൂടിയും ഇടഭാഗത്തുകൂടിയും മുന്നിലൂടെയും പിന്നിലൂടെയും എല്ലാം മനുഷ്യന്മാരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ശാക്കിരീൻ, ശുക്റുള്ള നന്ദിയുള്ളവരായി അധിക ആളുകളെയും അല്ലാഹ് നിനക്ക് ആ കൂട്ടത്തിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ മനുഷ്യനെ നന്ദി കെട്ടവനാക്കിയെടുക്കുക. ഏറ്റവും വലിയ നന്ദികേടാണ് ശിർക്ക്. ഏറ്റവും വലിയ നന്ദികേട് അല്ലാഹുവിനോട് ചെയ്യുന്ന. അപ്പോൾ ആ ശുക്റിന് വേണ്ടി, ശുക്ർ ചെയ്യുന്ന ആളുകളാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നിസ്കരിച്ചിരുന്നിട്ടൊക്കെ അള്ളാഹിനോട് ദുആർക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ച കൂട്ടത്തിൽ ഇതുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അള്ളാഹ് ഇതിന്റെ പ്രത്യേകമായ സഹായം വേണേ, എന്നെ നീ സഹായിക്കണം, നിന്നെ ഓർമ്മിക്കാൻ.
ഹജ്ജ് കഴിഞ്ഞിട്ട് അള്ളാഹിനെ ഓർമ്മിക്കാനാ, ജുമാ കഴിഞ്ഞിട്ട് അള്ളാഹിനെ ഓർമ്മിക്കാനാ അള്ളാഹു താല പറയുന്നത്. പെരുന്നാളിന് അള്ളാഹിനെ ഓർമ്മിക്കുക, പെരുന്നാൾ കഴിഞ്ഞിട്ട് മറക്കാനല്ല. അള്ളാഹുവിന്റെ ദിക്ർ, ആ ഓർമ്മ അവസാനിപ്പിക്കാനല്ല ഇതൊക്കെ കഴിയുന്നത്, മറിച്ച് ഒരോർമ്മയിൽ നിന്ന് മറ്റൊരോർമ്മയിലേക്ക് നീങ്ങാനാണ്. അപ്പൊ സദാ അള്ളാഹുവിനെ ഓർമ്മിക്കണം. വശുക്രിക്ക, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. വഹുസ്നി ഇബാദത്തിക്ക്, നല്ല ഇബാദത്തുകൾ ചെയ്യണം. അതിനൊക്കെ അള്ളാഹ് നിന്റെ സഹായം വേണേ എന്ന് അള്ളാഹു പറയാം. അങ്ങക്ക് ഈമാനും ഉണ്ട്, ശുക്റും ഉണ്ട്, പിന്നെ നിങ്ങളെങ്ങനെ ഞാൻ നരകത്തിലിടുക? ഖുർആൻ അള്ളാഹ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈമാനും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ശുക്റും ഉണ്ട്, നിങ്ങൾക്ക് നന്ദിയുണ്ട് നിങ്ങളെ ജീവിതത്തിൽ. അങ്ങനെയാണ് നീ ജീവിക്കുന്നത്, നിങ്ങളെ പിടിച്ചിട്ട് എങ്ങനെ ഞാൻ നരകത്തിലിടുക? അള്ളാഹ് ചോദിക്കുക വിശുദ്ധ ഖുർആൻ സൂറ നിസായിൽ, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും, നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ് എന്ത് ചെയ്യാനാ? നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ് എന്താ? ഇൻ ശക്കർത്തും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ, വ ആമന്തും, നിങ്ങൾക്ക് ഈമാനം ഉണ്ടെങ്കിൽ, വ കാനല്ലാഹു ശാക്കിറൻ അലീമാ, അള്ളാഹു തആല തിരിച്ച് നന്ദി ചെയ്യുന്നവനല്ലേ. നിങ്ങൾ ശുക്ർ ചെയ്യുന്നുണ്ട് എന്ന വിഷയം അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യാലോ. അപ്പൊ ശുക്റും ചെയ്യുന്ന ഈമാനുള്ള ആളുകളെ പിടിച്ച് നരകത്തിലിട്ടിട്ട് അള്ളാഹ്ക്ക് എന്താ എന്ന് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു. അപ്പൊ നിരന്തരമായ ശുക്ർ, എല്ലാ ഭാഗത്തും നന്ദി, അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. അമ്പിയാക്കളെ പ്രശംസിക്കുമ്പോൾ അല്ലാഹു തആല പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു നൂഹ് നബിയുടെ കാര്യം. ഇന്നഹു കാന അബ്ദൻ ശക്കൂറ, അദ്ദേഹം നന്ദിയുള്ളവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാര്യം, പ്രവാചകന്മാരുടെ എല്ലാം കാര്യം പറയുമ്പോൾ അവരൊക്കെ നന്ദിയുള്ള ആളുകളായിരുന്നു എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഐഹികമായും പാരത്രികമായും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. എന്താ മാർഗം? ഉയരങ്ങളുടെ പടവ് എന്ന് പറയുന്നത് തന്നെ ശുക്റാണ്. അങ്ങനെയാ ഖുർആൻ പറയുന്നത്. അല്ലാഹു തആല പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്രിയാണോ കൂടുതൽ തരും. അല്ലാഹു എന്താണോ നൽകിയത് അതിന് ശുക്രിയാണോ കൂടുതലാക്കി തരും, വർദ്ധിപ്പിച്ചു തരും. ഉയരങ്ങളിലേക്ക്, അഭിവൃദ്ധികളിലേക്ക് പോകാനുള്ള ചവിട്ടുപടികളാണ് ശുക്ർ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളും പറയുന്ന വാക്കുകളും നന്ദി പ്രസരിപ്പിക്കുന്ന, ആളുകളുടെ മനസ്സിലേക്ക് സന്തോഷം കടത്തിവിടുന്ന വാക്കുകളും പ്രവർത്തികളുമാകണം. അതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം. ഈമാൻ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. ശുക്ർ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവരുടെ അടുത്ത് താമസിക്കാൻ വളരെ വളരെ ഇഷ്ടപ്പെടും ആളുകൾ. അതിഥികളെ, അയൽപക്കക്കാരെ ഒക്കെ അവർ ആദരിക്കും. അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാം. അതിന് പുറമെ നിത്യം അവർ സഹായിച്ചു കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു സഹായം എങ്ങനെയെങ്കിലും ചെയ്യണം എന്നാഗ്രഹിച്ച് അതിനവസരം നോക്കി നിൽക്കുന്ന ആളുകളായിട്ട് അവരെ അനുഭവപ്പെടും. ഇതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി മാറ്റിയെടുത്തത് ജാഹിലി സ്വഭാവമാണ്. ജാഹിലി സ്വഭാവം എന്ന് പറഞ്ഞാൽ പരസ്പരം കലഹിക്കലാണ്, കൊലയും കൊള്ളയുമാണ്, അവരനെ പീഡിപ്പിക്കലാണ്, അഭിമാനം പിച്ചിച്ചീന്തലാണ്. ഇതൊന്നുമല്ല ഒരു വിശ്വാസി വേണ്ടത് എന്ന ഭാഗത്തിനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നൽ കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ, അവിടുത്തെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കരുത്. അതല്ലേ റസൂലുള്ളാഹിയുടെ പ്രസംഗത്തിന്റെ കാതൽ? ഇവിടെ അറബികൾക്ക് അനറബികളെക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, ചുവന്നവന് കറുത്തവനേക്കാളോ തിരിച്ചോ യാതൊരുവിധ സ്ഥാനവും മാനവും ഇല്ല. എല്ലാവരും അള്ളാഹുവിന്റെ ദാസന്മാരാണ്, അടിമകളാണ്, ആദമിന്റെ ഹവ്വാഇന്റെ മക്കളാണ്. ഞാൻ ഇന്ന് കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ട്, ഇന്ന് നാട്ടുകാരനായതുകൊണ്ട്, അങ്ങനെ പലതുകൊണ്ടും ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന ചിന്ത വേണ്ട. സമൂഹത്തിൽ അങ്ങ് ലയിച്ചു ചേരണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലെത്തിയാൽ എന്താ സ്ഥിതി? അല്ലാഹ് പറഞ്ഞു, ഫൈദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ
ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, പിന്നെ ഒരു തറവാട് ബന്ധവും ഇല്ല. യൗമൈദിൻ, അന്നേ ദിവസം, വലായത്ത സാഹലും, പരസ്പര ചോദ്യവും ഇല്ല. അതല്ലേ നമ്മുടെ വിശ്വാസം. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ നന്മയുടെ ത്രാസാണോ തൂങ്ങിയത് അവർക്ക് വിജയിക്കാം. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. ആരുടെ ത്രാസാണോ താഴ്ന്നു പോയത്, നന്മയുടെ ത്രാസ് താഴ്ന്നു പോയാൽ അവരെ തന്നെ പരാജയപ്പെടുത്തി കളഞ്ഞു. ഫീ ജഹന്നമ ഖാലിദൂൻ, അവരാണ് നരകത്തിൽ പ്രവേശിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ സൂറ മുഅ്മിനൂനിൽ അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഈ പെരുന്നാൾ നമ്മോട് പറയുന്ന ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി നന്നാകാൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മഴക്കാലത്താണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് ശീലിച്ചതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സീസൺ രോഗങ്ങളും ഇതുപോലുള്ള വിഷയങ്ങൾ, പകർച്ചവ്യാധികൾ, ഉഷ്ണകാലത്ത് സൂര്യാഘാതം പേടിച്ചു. നമ്മളിപ്പോൾ മഴ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ രാജ്യത്ത് തലസ്ഥാന നഗരിയിൽ അതിശക്തമായ ചൂടാണ്. അവിടെ സൂര്യാഘാതം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് സീസൺ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച, ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഈമാനിന്റെ പാതിയാണ് എന്നൊരു വേള റസൂലുള്ളാഹി പറഞ്ഞ ശുചിത്വം, ശാരീരിക ശുചിത്വവും വീടിന്റെ ശുചിത്വവും പരിസര ശുദ്ധീകരണവുമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതെല്ലാം നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തിന്റെ ഭാഗം കൂടിയാണ്. ഈമാൻ അതിൻ്റെ താല്പര്യമാണ്, അതുപോലെ തന്നെ പ്രതിഫലാർഹമായ സംഗതിയാണ്. വേനൽക്കാലത്ത് വെള്ളം വെച്ചു കൊടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവും പറമ്പത്ത്. അതുപോലെ ചിരട്ടയും മറ്റുമൊക്കെയായി ഒരുപാട് കൊതുകുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികളുടെ പിടുത്തത്തിലാവുമോ എന്ന ഭയത്തിലാണ് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അത്, മറുഭാഗത്ത് ആഗോള താപനില വർദ്ധിച്ചത് കൊണ്ട് ബാഷ്പീകരണം കൂടുതലായി നടന്നിട്ട് അതിശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് താമസിക്കാൻ കടൽക്ഷോഭത്തിന്റെ പേടിയാണെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന്റെ ഭീതിയൊക്കെ ആയിട്ടാണ് ഓരോ മഴക്കാലങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു സമാധാനപൂർണമായ ജീവിതമല്ല. പൂർണ്ണത എന്നത് ഈ ജീവിതത്തിനില്ല എന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ഇവിടെ അള്ളാഹു ഒരു ജീവിതം വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യും. ഈ ഐഹിക ജീവിതം എന്താണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തരുന്നു. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വും വലഇബ്. ഇതൊക്കെ ഒരു കളിയും തമാശയാണ്, ഇതൊക്കെ ഒരു ജീവിത. അള്ളാഹ് ചോദിക്കുക, ഈ ഐഹികമായ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജീവിതാണോ? വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. പാരത്രിക ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം. അവിടെ രോഗമില്ല, ക്ഷീണമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, വിഷമില്ല, ദുഃഖമില്ല, യാതൊരുവിധ പ്രയാസവും ഇല്ലാത്തൊരു ജീവിതം. മരണത്തെ പേടിക്കണ്ട, അങ്ങനെയുള്ള ഒരു നിത്യജീവിതം, അതാണ് പാരത്രിക ജീവിതം.
ലൗ കാനൂ യഅലമൂൻ, അവരെങ്ങാനും ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അല്ലാഹു നമ്മെ ആഖിറത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഈ ഐഹിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് തൗഹീദിൽ കളങ്കം ചേർക്കാതെ പരിപൂർണമായി അല്ലാഹുവിൽ സമർപ്പിച്ച് അതോടൊപ്പം ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അല്ലാഹുവിന് എന്നെ പൊരുത്തമാണ് എന്ന ഒരവസ്ഥയിൽ ജീവിതം സമാധാനത്തോടുകൂടി അനുഭവിച്ചു പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവിടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം നിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഹജ്ജിന് പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്കെല്ലാം സമാധാനപൂർവം കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. രോഗികൾ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം അവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, നീക്കിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പെരുന്നാളും ഞങ്ങളുടെ ബലിയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒത്തൊരുമയോടുകൂടി വിശ്വാസികൾ പരസ്പര സ്നേഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.